പാർട്ട് 3 വീഡിയോയിലേക്ക് കടക്കാം. മക്കയിൽ ആളുകൾ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. സത്യസന്ധനും വിശ്വസ്തനുമായ ആ മനുഷ്യന്റെ ജീവിതം ഒരു വലിയ മാറ്റത്തിലേക്ക് കടക്കുകയായിരുന്നു. മക്കയിലെ സമൂഹത്തിലെ വിഗ്രഹാരാധനയും അനീതിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം മക്കയ്ക്ക് സമീപമുള്ള ഹിറാ ഗുഹയിൽ ഏകാന്തമായി ആരാധനയിൽ കഴിയാറുണ്ടായിരുന്നു. അവിടെ ഒരു രാത്രി മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം സംഭവിച്ചു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുത്തെത്തി ഖുർആൻ വായിക്കാൻ നിർദ്ദേശിച്ചു. "ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല," മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അല്ലാഹുവിന്റെ ആദ്യ വഹി അവതരിപ്പിച്ചു. "വായിക്കുക, സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ." ഇതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തുടക്കം. ആ അനുഭവത്തിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, "എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ." ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം നേരിട്ട അനുഭവം ഖദീജ റളിയല്ലാഹു അൻഹുവിനോട് വിവരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കലും കള്ളം പറയുന്നവനല്ല, ബന്ധുക്കളെ സംരക്ഷിക്കുന്നവനാണ്, ദരിദ്രരെ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിശ്വസിച്ചു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനാണ്. അല്ലാഹുവിന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ലഭിച്ചു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ഈ വിഗ്രഹാരാധന ഉപേക്ഷിക്കുക, സത്യവും നീതിയും പിന്തുടരുക, അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുക, മനുഷ്യരോട് കരുണ കാണിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ കേന്ദ്ര സന്ദേശം. പക്ഷേ ഈ സന്ദേശം മക്കയിലെ എല്ലാവരും സ്വീകരിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തെ പിന്തുടർന്ന വിശ്വാസികളെയും കഠിനമായ പരീക്ഷണങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം മക്കയിൽ എങ്ങനെ വ്യാപിച്ചു, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ ആരൊക്കെയായിരുന്നു എന്ന് അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരേക്കും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.